നമ്മളുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവന്റെ ദയ എന്നേക്കും ഉള്ളത്. ആമേൻ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തന ഭാഗവും നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യശകലവുമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. എഴുതിയെടുക്കുന്നവർ നിങ്ങൾ എഴുതിയെടുക്കാനുള്ള കാര്യമെല്ലാം എഴുതിയെടുത്തോണം. എഴുത്തും കുത്തുമായിട്ട് മാത്രം ഇരിക്കരുത്, പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിച്ചോണം. കാരണം ഞാൻ പ്രാപിച്ചിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ടെൻഷൻ. ഇനി നിങ്ങളുടെ ചാൻസ് ആണ്. സ്തോത്രം. അപ്പൊ എഴുതുമ്പോൾ തന്നെ പ്രാപിക്കാനും സമയം കണ്ടെത്തുക. ഈ സങ്കീർത്തനം വായിക്കുന്നത് നമുക്കറിയാം. ന്യൂ ഇയർ മീറ്റിംഗ് എന്ന് പറയുന്നൊരു മീറ്റിംഗ്. ഈ ന്യൂ ഇയർ എന്ന് വെച്ചാൽ വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം രാത്രിയിൽ എന്ത് ചെയ്യും? ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു വർഷം ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞൊക്കെയുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. ഒരു കണക്കിന് അത് വെക്കുന്ന നല്ലതാണ്. കാരണം അന്നാ എല്ലാരും കൂടും, പള്ളി വരാത്തവരും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവരൊക്കെ ഈ പള്ളിയിൽ ഉള്ളതാണ്. എനിക്കറിയാം ഒത്തിരി. സ്തോത്രം. ഒരു ഞായറാഴ്ച എന്ത് ചെയ്തില്ല, പള്ളി വരുന്നില്ല, പക്ഷെ ന്യൂ ഇയറിന്റെ അന്ന്. അപ്പൊ അന്ന് വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 136 സങ്കീർത്തനം. അത് ചില വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷവും അന്ന് വരെ ഇല്ലാത്തൊരു ആത്മസാന്നിധ്യ ആവേശമൊക്കെ വരും. ഏതാ? ഏകനായി മഹാ അത്ഭുതങ്ങളെ, അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്. ആഴ്ചയിൽ നമ്മെ ഓർത്തവൻ, ഇതൊക്കെ പറയുന്നത് ഭയങ്കര ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ ഒന്നാണ് 136 സങ്കീർത്തനം. ഇനി ശ്രദ്ധിക്കണേ, സങ്കീർത്തനങ്ങളെ സ്തുതിഗീതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സങ്കീർത്തനം എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കുക എന്നുള്ളതാണ്. സ്തുതിഗീതങ്ങൾ എന്നാണ് സങ്കീർത്തനങ്ങളെ അറിയപ്പെടുന്നത്. 5 ഭാഗമായിട്ടാണ് സങ്കീർത്തനത്തെ വിശുദ്ധ തിരുവെടുത്ത് പഠിപ്പിക്കുന്നത്. 5 ഭാഗങ്ങളായി തിരിച്ചു. ആ 5 ഭാഗങ്ങൾ മോശയുടെ പഞ്ചഗ്രന്ഥവുമായിട്ട് ചേർത്താണ് പഠിക്കുന്നത്. ഒന്നാം ഭാഗം 1 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളാണ് ഒന്നാം ഭാഗം. അത് ഉൽപ്പത്തി പുസ്തകവുമായിട്ട് ചേർത്താണ് പഠിപ്പിക്കുന്നത്. സ്തോത്രം. അത് മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയുടെ വശങ്ങളുമാണ്. മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയുടെ വശങ്ങളുമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം 42 മുതൽ 72 വരെയുള്ള ഭാഗമാണ്. ആ ഭാഗം പഠിപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകവുമായി ബന്ധപ്പെട്ടാണ്. പുറപ്പാട് പുസ്തകവുമായി, അത് വിടുതലിനെ കുറിച്ചാണ്. എന്താണ്? വിടുതലിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ കർത്താവിനെ വാഴ്ത്തും. വിടുതലിനെ കുറിച്ചാണ് അവിടെ കാണിക്കുന്നത്. മൂന്നാമത്തത് 73 മുതൽ 89 വരെയുള്ള ഭാഗമാണ് 3. അത് ലേവ്യ പുസ്തകവുമായി ബന്ധപ്പെട്ട കിടക്കും. ആരാധനയും ദൈവാലയവും സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. നാലാമത്തെ ഭാഗം 90 മുതൽ 106 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് 4-ാം ഭാഗം എന്ന് പറയുന്നത്. അത് മരുഭൂമി യാത്രയും ദൈവത്തിന്റെ ഭരണവുമാണ്. അത് സംഖ്യാ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. 5-ാമത്തെ ഭാഗമാണ് 107 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ. അത്
ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനത്തെയും ദൈവത്തിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആവർത്തന പുസ്തകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ 5 ഭാഗങ്ങളായിട്ടാണ് സങ്കീർത്തനങ്ങൾ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. അതും മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളോട് ചേർത്ത്. അതെ, സങ്കീർത്തനത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാകാം. ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ അറിവിലേക്കാണ്. ഈ സങ്കീർത്തനത്തെ കുറിച്ച് ഒരു അറിവ് വേണമല്ലോ. ഹല്ലേലൂയ. അതും സങ്കീർത്തനത്തിന്റെ 5 സ്വഭാവങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, അനുകമ്പ സങ്കീർത്തനങ്ങളുണ്ട്. എന്തുവാ? അനുകമ്പ സങ്കീർത്തനങ്ങൾ. അനുകമ്പ സങ്കീർത്തനം. 2, രാജകീയ സങ്കീർത്തനങ്ങളുണ്ട്. എന്താണ്? രാജകീയ സങ്കീർത്തനങ്ങൾ. 3, മിശിഹൈക സങ്കീർത്തനങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടുന്ന സങ്കീർത്തനങ്ങളുണ്ട്. 4, പശ്ചാത്താപ സങ്കീർത്തനങ്ങളുണ്ട്. പശ്ചാത്താപം വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനങ്ങൾ. 5, ഹല്ലേൽ സങ്കീർത്തനങ്ങളുണ്ട്. ഹല്ലേൽ എന്ന് പറഞ്ഞാൽ പെസക തുടങ്ങിയ ആഘോഷങ്ങൾക്ക് പാടിക്കൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളാണ് ഹല്ലേൽ സങ്കീർത്തനം. അതൊക്കെയാണ് 113, 118 സങ്കീർത്തനങ്ങൾ എന്ന് പറയും. സ്തോത്രം. നമുക്കറിയാം എന്തിന്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലഘട്ടത്തിൽ, സ്തോത്ര ഹല്ലേലൂയ, ഐഹികമാകുന്ന ജീവകാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉദ്ധരിച്ചതിൽ ഏറ്റവും അധികം സങ്കീർത്തനങ്ങളായിരുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? എന്തിന്? കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ പോലും താൻ സങ്കീർത്തനം ഉദ്ധരിച്ചതായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പല പണ്ഡിതന്മാരും പറയുന്നത് സങ്കീർത്തനം ഹൃദയത്തിന്റെ കണ്ണാടിയാണ്. ഹൃദയത്തിന്റെ കണ്ണാടി എന്ന് വെച്ചാൽ കണ്ണാടിയിൽ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും വെളിപ്പെടുന്നത് പോലെ, എല്ലാ പ്രതലങ്ങളും വെളിപ്പെടുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്ര, കണ്ണാടിയിൽ നമ്മളെ തന്നെ കാണുന്നത് പോലെ സങ്കീർത്തനത്തിൽ നമ്മളെ കാണാമെന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാ ഭാവങ്ങളും അതിൽ കാണാൻ സാധിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം എന്ന് പറയുന്നത് കേവലം സ്തുതികൾ മാത്രമല്ല. ആണോ? സ്തുതികൾ മാത്രമല്ല, അതിൻ്റെ അകത്ത് വിലാപങ്ങൾ ഉണ്ടായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? വിലാപങ്ങൾ ഉണ്ടായിരുന്നു. നന്ദി പ്രകടനങ്ങളുണ്ട്. നന്ദി പ്രകടനങ്ങൾ. ദൈവം ചെയ്ത വിടുതലിന് നന്ദി പ്രകടനങ്ങളുണ്ട്. ഹല്ലേലൂയ. അതേപോലെ വിശ്വാസ പ്രഖ്യാപനങ്ങളുണ്ട്. വിശ്വാസ തകർച്ചയല്ല, വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ട്. സ്തോത്രം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ബൈബിളിലെ അനുഗ്രഹിക്കപ്പെട്ട ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏടാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ നാവിൽ ഏറ്റവും അധികം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാവിൽ ഏറ്റവും അധികം ഓടിക്കളിക്കുന്നത് സങ്കീർത്തനങ്ങളിലെ വാക്യങ്ങളാണ്. അതെന്താ ചോദിച്ചാൽ നമ്മുടെ ജീവിതവുമായിട്ട് അത് വളരെ കണക്റ്റഡ് ആണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? സ്തോത്രം ചെയ്യുന്നു. പണ്ടൊക്കെ പേടിയുള്ളവര് 91 സങ്കീർത്തനം വായിച്ചിട്ടാണ് പറഞ്ഞു കേൾപ്പിക്കുക. എന്തുവാ? നിങ്ങളുടെ ഇരിപ്പിൽ നിങ്ങൾ അർത്ഥമാക്കുന്നത് പേടിയില്ലെന്നാണോ? അതോ പേടിച്ചപ്പോ വായിച്ചിട്ടില്ലെന്നാണോ? അതോ ആ ഭാഗത്തേക്കേ പോയിട്ടില്ലെന്നാണോ? എന്താ അർത്ഥമാക്കും? സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. 91 സങ്കീർത്തനം വായിച്ച് കിടന്ന പേടിക്കാതെ കിടക്കാം എന്നുള്ള ഒരു ചിന്താഗതി, ഒരു പക്ഷേ തന്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അതൊക്കെ ഒരു ധൈര്യം കൊടുക്കുന്നുണ്ടായിരിക്കും. ഒരു ബാധയും
നിന്റെ കൂടാരത്തിൽ അകത്തുള്ള ബാധ മാത്രം പേടിച്ചാൽ മതി, പുറത്തുനിന്ന് ഒരു ബാധ എന്ത് ചെയ്യത്തില്ല, അടുക്കത്തില്ല എന്ന് പറയുന്ന പോലെ സ്തോത്രം ചെയ്യുക. അപ്പോൾ സങ്കീർത്തനത്തെ ചെറുതായി കാണരുത്, എന്നാൽ സങ്കീർത്തനത്തിൽ ഒതുങ്ങുകയും ചെയ്യരുത്. വിശുദ്ധ ബൈബിളെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഉണ്ടായിരിക്കണം. അത് വേറൊന്നും കൊണ്ടല്ല പറയുന്നത്, കുറച്ചു കാലഘട്ടം കഴിഞ്ഞാൽ ഈ ബൈബിൾ നമുക്ക് നഷ്ടപ്പെടും. അന്ന് ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതി വെച്ച വചനം മായാതെ നിൽക്കും. അതുകൊണ്ട് ബൈബിൾ വായിക്കണം, പഠിക്കണം. ഓക്കെ, മടങ്ങി വരുന്നു. അപ്പോൾ ആ സങ്കീർത്തനത്തിൽ നിന്നാണ് ഒരു ദൂത് കർത്താവ് നമുക്ക് തന്നത്. അതോർത്ത് രാമൻ പറഞ്ഞ് വളരെ ശാന്തമായി, വളരെ ലളിതമായി വചനത്തെ ഒന്ന് ധ്യാനിച്ച് ദൈവം തന്ന ചില ദൂതുകളിലേക്ക് പ്രവേശിക്കാം. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചൊരു കാര്യം പറയാം, ഇന്ന് ഈ ദൂതിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ച ഇന്ന് പകലൊരു വിടുതലുണ്ടെന്ന് ദൈവാത്മാവ് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലഭിക്കപ്പെട്ട സമയത്തിൽ അതിന്റെ 3/4 ഭാഗം വചനം ശുശ്രൂഷിച്ച് 15 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. ശ്രദ്ധിച്ചു കേട്ടെ, നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ ശരിക്കും ഉച്ചത്തിൽ വായിക്കണം. വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്വത്രം അനുഭവത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ സ്തുതിക്കണം. അനുഭവത്തിൽ നിന്ന് സ്തുതിക്കാൻ കഴിയുന്നവർ സ്തുതിക്കണം. വൈരികളുടെ കയ്യിൽ നിന്ന് എന്നെ, എന്റെ തലമുറകളെ, എന്റെ കുടുംബത്തെ വിടുവിച്ച ദൈവത്തിന് അവൻ നല്ലവനല്ലോ, അവന്റെ ദയ ഉള്ളത്. ഓ കൃപ കൃപ കൃപ. പ്രിയപ്പെട്ടവരെ, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദ ഗ്രിപ്പ് ഓഫ് എനിമീസ് എന്നാണ്. എന്ന് വെച്ചാൽ വൈരികൾ എന്നല്ല എഴുതിയിരിക്കുന്നത്, ശത്രുക്കൾ. അപ്പൊ അത് വായിച്ചേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചു. ആമേൻ, ആമേൻ, ആമേൻ. കൈ എന്തിനെയാ കാണിക്കുന്നത്? വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോ കൈ എന്തിനെയാ കാണിക്കുന്നത്? കൈ കാണിക്കുന്നത് അധികാരത്തെയും ശക്തിയെയുമാണ്. എന്തിനെയാ കാണിക്കുന്നത്? അധികാരത്തെയും ശക്തിയെയുമാണ് കൈ കാണിക്കുന്നത്. പവർ ആൻഡ് അതോറിറ്റി, അതാണ് കയ്യെ കാണിക്കുന്നത്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പോ അധികാരവും ശക്തിയുമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചെങ്കിൽ അതിലും അധികാരമുള്ള, അതിലും ശക്തിയുള്ള ഒരു കരം വെളിപ്പെടണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് ഒരു ദൈവശബ്ദം ഇങ്ങനെ കൈമാറി. ഇന്നത്തെ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് ഹല്ലേലൂയ, ശത്രുവിന്റെ അധികാരത്തിന്റെ ശക്തിയുടെ കീഴിൽ നിന്ന് ചിലതിനെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഈ
മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് ചില ശത്രുവിന്റെ അധികാരത്തിന്റെ കീഴിൽ നിന്ന്, അതിന്റെ ശക്തിയുടെ കീഴിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിന്റെയും ശക്തിയുടെയും കരം ചെലവിനെ വിടുവിക്കുമെന്ന് പരിശുദ്ധയാത്മാവ് എന്നോട് സംസാരിച്ചിരിക്കുന്നു. കൃപ 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 കൃപ. ഇന്ന് പകൽ ആത്മാവിൽ കാണാൻ കഴിയുന്നവർ കണ്ടാരാധിച്ചോണം. നിനക്കു വേണ്ടി ഒരധികാരത്തിന്റെ, ഒരു ശക്തിയുടെ കരം ഇന്ന് പകൽ ഇറങ്ങി വരുന്നത് ആത്മാവിൽ കണ്ടാരാധിക്കാൻ കഴിയുന്നവർ ആരാധിച്ചോണം. ഇസ്രായേൽ ജനത്തിലെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ സർവശക്തനാകുന്ന ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമാ, നിങ്ങളെ വിടുവിച്ച നീട്ടിയ ഭുജം, ബലമുള്ള കരം നിങ്ങൾ മറക്കരുത്. ഇന്ന് പകലിൽ ശത്രുവിന്റെ കരത്തിൽ നിന്ന് ഉറക്കം തൂങ്ങിയിരിക്കാതെ ആത്മാവിഷ്ഠിക്കാൻ ശത്രുവിന്റെ കരത്തിൽ നിന്ന് ഒരു നീട്ടിയ ഭുജം, ഒരു ബലമുള്ള കരം ചിലരെ ആശീർവാദം പറയുന്നതിന് മുമ്പ് വിടുവിക്കുമെന്ന് ദൈവത്തിന്റെ ഉറപ്പ്. ഈ ദൂതിന്റെ മുമ്പിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചിരുന്നോണം. ജീസസ്, ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവൻ ഞങ്ങളെ വിടുവിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഈ ദൂതിനെ വ്യാഖ്യാനിക്കാനും വെളിപ്പെടുത്താനും അതിനോട് ചേർത്ത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കണം, ശുശ്രൂഷിക്കണമെന്ന് എന്നെ നിയോഗിച്ച ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുക. നമ്മുടെ അടിസ്ഥാന വിഷയം മറക്കരുത്. ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ദൈവം. വായിക്കാം 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 15-ാം വാക്യം. 2 ദിനവൃത്താന്തം 20:15. ജീസസ് ഈ വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ചേർന്നാമേൻ പറയണം. ശത്രുവിന്റെ വശത്ത് നിന്ന്, കയ്യിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന ദൈവം. എന്തുകൊണ്ടെന്നറിയാമോ? യുദ്ധം നമ്മുടേതല്ല. ഈ യുദ്ധം ദൈവം ഏറ്റെടുക്കും. പ്രാർത്ഥിച്ചോണം. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഏകദേശം BC 850 ശലോമോൻ രാജാവിന്റെ ഭരണശേഷം രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. സ്തോത്രം. വടക്കൻ രാജ്യം ഇസ്രായേൽ എന്നും തെക്കൻ രാജ്യം യഹൂദ എന്നും വേർതിരിഞ്ഞു. യഹൂദയുടെ 4ാമത്തെ രാജാവായിരുന്നു യഹോശാഫാത്ത്. സ്തോത്രം. യഹോശാഫാത്തിന്റെ ഭരണം വിശുദ്ധ ബൈബിളിലെ
ഏറ്റവും എടുത്തു കാണിക്കുന്ന ഒരു ഭരണമാണ്. എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, താൻ ഭരിക്കാൻ രാജസ്ഥാനത്തേക്ക് കയറിയപ്പോൾ ആദ്യം താൻ ചെയ്തത് വിഗ്രഹാരാധനകളെയെല്ലാം താൻ അവസാനിപ്പിച്ചു. ഒരാമേൻ അത്ര വിഗ്രഹാരാധനയെല്ലാം താൻ രാജ്യത്ത് നിർത്തി. എന്നിട്ട് രാജ്യത്തുടനീളം ന്യായപ്രമാണം പഠിപ്പിക്കേണ്ടതിന് ലേവ്യരെ നിയോഗിച്ചു. ഹലോ, കേൾക്കുന്നുണ്ടോ? ആദ്യം വിഗ്രഹാരാധനയെ നിർത്തലാക്കി. എന്നിട്ട് രാജ്യത്തിലുടനീളം ദൈവത്തിന്റെ ന്യായപ്രമാണം പഠിപ്പിക്കേണ്ടതിന് ലേവ്യരെ നിയോഗിച്ചു. കാരണം യഹോശഫാത്തിനറിയാം, വചനമകത്തു കയറിയാൽ ന്യായപ്രമാണം അകത്തുണ്ടെങ്കിൽ ഇവര് തെറ്റിപ്പോകത്തില്ല. സ്തോത്രം. ആ നിലയിൽ രാജ്യത്തെ പണിതെടുത്തുകൊണ്ട് വന്നപ്പോൾ അപ്രതീക്ഷമായി, പ്രതീക്ഷിക്കാത്ത നേരത്തൊരു യുദ്ധം യഹൂദയ്ക്ക് നേരെ എഴുന്നേറ്റ് വന്നു. 3 വ്യത്യസ്ത ശക്തികളാണ് യഹൂദയ്ക്ക് നേരെ, യഹോശഫാത്തിന് നേരെ, ദൈവത്തിന്റെ ജനത്തിന് നേരെ എഴുന്നേറ്റ് വന്നത്. ഒന്ന്, മോവാബ്യരാണ്. സ്തോത്രം. ഒന്നാമത്തെ ശക്തി മോവാബ്യരാണ്. അവര് ചാവുകടലിന്റെ കിഴക്ക് ഭാഗത്താണ് താമസിച്ചിരുന്നത്. രണ്ടാമത് വന്ന ശക്തി മോവാബ്യരാണ്. അവര് അമോന്യരാണ്. അമോന്യർ മോവാബിയർ താമസിച്ചതിന്റെ നേരെ വടക്ക് ഭാഗത്താണ് അവർ താമസിച്ചിരുന്നത്. മൂന്നാമത് വന്നത് മെയൂന്യരാണ്. മെയൂന്യർ എന്ന് വെച്ചാൽ ഏദോമ്യർ. അങ്ങനെ അവർ താമസിച്ചത് ചാവുകടലിന്റെ തെക്കും കിഴക്കുമായി ഏദോമിന് ചുറ്റും പാളയമിറങ്ങി അവർ താമസിച്ചു. അങ്ങനെ 3 വ്യത്യസ്ത വിധ ശക്തികൾ അപ്രതീക്ഷമായി യഹൂദയ്ക്ക് നേരെ എഴുന്നേറ്റ് വന്നു. പ്രാർത്ഥിച്ചിരിക്കണേ. കാരണം ഒരു വിടുതലുള്ളതാ പറയാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ മെയൂന്യർ എന്ന് പറയുന്നത് ഒരു അറബി ഗോത്രമാണെന്ന ചരിത്രം പഠിപ്പിക്കുന്നു. ഒരു അറബി ഗോത്രം. 3 വിധ വ്യത്യസ്ത സ്വഭാവമുള്ള ശക്തികൾ യഹൂദയ്ക്ക് നേരെ എഴുന്നേറ്റ് വന്നു. വചനം എഴുതി അരാമിൽ നിന്ന് വരുന്നു. പക്ഷെ ആ ഭാഗം, മലയാളത്തിൽ എഴുതിയ ഭാഗം മിസ്റ്റേക്ക് ഉണ്ട്. അരാമിൽ നിന്നല്ല, ഏദോമിൽ നിന്നാണ് ശക്തികൾ എഴുന്നേറ്റ് വന്നത്. സ്തോത്ര ഹല്ലേലൂയ. എൻഗെദി എന്ന അസസോൻ താമാർ എന്ന വഴിയിലൂടെയാണ് അവർ വന്നത്. ഇതൊക്കെ 20-ാം അധ്യായത്തിലുള്ള കാര്യങ്ങളാണ്. വായിപ്പിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് പറഞ്ഞു വിടുന്നത്. അല്ലെങ്കിൽ എൻഗെദി എന്ന് പറയുന്ന ഹസസാർ താമാർ വഴിയിലൂടെയാണ് അവര് കടന്നു വന്നത്. ആ വഴിയിലൂടെ കടന്നു വരുമ്പോൾ ആ വഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് അതിന്റെ പടിഞ്ഞാറേ തീരത്തുള്ള ഭാഗം മരുപ്പച്ചയാണ്. സ്തോത്രം. മരുപ്പച്ച. നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. വിഗ്രഹാരാധനകളെ രാജ്യത്തു നിന്ന് എടുത്തു മാറ്റി ദൈവത്തിന്റെ ന്യായപ്രമാണം പഠിപ്പിക്കുവാൻ ലേവ്യരെ ആക്കി വെച്ചിട്ട് ഹല്ലേലൂയ അവര് മുൻപോട്ട് പോകുന്ന സമയത്ത് അപ്രതീക്ഷമായി കേൾക്കുന്ന യഹോശഫാത്ത് കേൾക്കുന്ന ഒരു വാക്കിതാണ് എൻഗെദി വഴി. 3 ശക്തികൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നു. യഹോശഫാത്ത് പെട്ടെന്ന് ഭയപ്പെട്ടു. എന്ത് ചെയ്തു? പെട്ടെന്ന് ഭയപ്പെട്ടു. ഭയപ്പെടാൻ രണ്ട് കാരണം. ഒന്നാമത്തെ കാരണം, എൻഗെദി വഴിയാണ് അവര് വരുന്നതെന്ന് യഹോശഫാത്ത് അറിഞ്ഞു. കാരണം എന്നറിയാമോ? അതിന്റെ ഒരു ഭൂപ്രകൃതി, ഭൂപടം പഠിക്കുമ്പോൾ എൻഗെദിയിലൂടെ അവര് വരുന്നു എന്ന് പറഞ്ഞാൽ അവർ യഹൂദയ്ക്ക് അടുത്തെത്തി എന്ന അർത്ഥം. സ്തോത്രം. പറയുന്ന ഓരോ വാക്കും പ്രാർത്ഥനയോടെ ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. സ്തോത്രം. എൻഗെദി വഴി അവര് വരുന്നു എന്ന് പറഞ്ഞാൽ യഹോശഫാത്ത് അറിയുമ്പോഴേക്കും അവരടുത്തെത്തി. ഓ കൃപ. മനസ്സിലാകുന്നുണ്ടോ? യഹോശഫാത്ത് വിവരം അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ ഭയപ്പെടാനുള്ള കാര്യം അടുത്തെത്താറായപ്പോഴാണ് അവൻ വിവരം അറിഞ്ഞത്. രണ്ടാമത്തെ കാരണം എന്താ ചോദിച്ചാൽ, മരുപ്പച്ചയുള്ള ഇടമായതുകൊണ്ട്
അവർക്ക് അവിടെ അവരെ തന്നെ ഒളിച്ചിരിക്കാനും ഒളിച്ചിരുന്ന് ആക്രമണം നടത്താനും കഴിയുന്ന ഇടമാകണം. മനസ്സിലായോ? ഒളിച്ചിരിക്കാനും ഒളിച്ചിരുന്ന് ആക്രമണം നടത്തുവാനും കഴിയുന്ന ഇടമാണ് ഹല്ലേലൂയ സ്തോത്രം അവർ കയറി വരുന്ന വഴി. ഈ രണ്ട് കാരണത്താലാണ് യഹോശഫാത്ത് പെട്ടെന്ന് ഭയപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഭയപ്പെട്ടവൻ എന്താ ചെയ്തെന്നറിയാമോ? എന്നെ നോക്കിയിരിക്കണേ. എഴുതുന്നവര് മാത്രം എഴുതിയാൽ മതി, അല്ലാത്തവരെന്നെ നോക്കിയിരിക്കണം. ഭയപ്പെട്ട യഹോശഫാത്ത് എന്താ ചെയ്തെന്നറിയാമോ? താനങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് രാജ്യം മുഴുവൻ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. കൃപ ഇവിടെ 4 പേര് ചേർന്നിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വത്രം എന്തിനാ ഉപവസിക്കാൻ? ഒരു രാജ്യം മുഴുവനും, സ്വത്രം, ഒരു രാജ്യം മുഴുവനും ഉപവസിക്കാൻ പ്രസിദ്ധപ്പെടുത്തി. ആമേൻ. യഹോവയോട് സഹായം അപേക്ഷിക്കുവാൻ യഹൂദയിലുള്ള എല്ലാവരെയും യഹോശഫാത്ത് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് യഹോവയോട് സഹായം അഭ്യർത്ഥിക്കണം. കൃപ. ഈ ഒരു വിഷയത്തിന്റെ നടുവിൽ താൻ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി തന്റെ രാജ്യത്തുള്ള സകല യഹൂദരെ വിളിച്ച് ഹല്ലേലൂയ ദൈവത്തോട് സഹായം അപേക്ഷിക്കുവാൻ വിളിച്ചു വരുത്തി. എവിടാ വിളിച്ചു വരുത്തിയെന്നറിയാമോ? ദൈവത്തിന്റെ ആലയത്തിൽ. ദൈവത്തിന്റെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുൻപിൽ യഹൂദയുടെയും യെരൂശലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് യഹോശഫാത്ത് പ്രാർത്ഥിച്ചു. കൃപ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. താൻ വിവരമറിഞ്ഞപ്പോ ശത്രു ഏകദേശം അടുത്തായി. താൻ വിവരമറിഞ്ഞപ്പോ ശത്രു ഹല്ലേലൂയ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി ഒളിച്ചിരുന്ന് ആക്രമിക്കുവാൻ കഴിയുന്ന ഇടമാണെന്ന് മനസ്സിലായപ്പോ തന്റെ ഹൃദയം തകർന്നു. പക്ഷെങ്കിൽ അവിടെ അവൻ നിരാശനായില്ല. അവൻ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അല്ലെങ്കിൽ യെരൂശലേമിലുള്ള സകല യഹൂദന്മാരെയും വിളിച്ചിട്ട് സഹായം അപേക്ഷിക്കാം ദൈവസന്നിധി വരാൻ പറഞ്ഞു. തന്റെ വാക്ക് കേട്ട് ആലയത്തിന്റെ പുതിയ പ്രാകാരത്തിലെത്തി യെരൂശലേമിന്റെയും യഹൂദയുടെയും സഭാ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് അവൻ അപേക്ഷിച്ചു. ആമേൻ. ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ട്. ഭയപ്പെടുന്ന ചില വിഷയങ്ങൾ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നേ. നിന്നെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നേ. പക്ഷെ എന്നോട് ദൈവം ഇടപെട്ട ദൂത് അതുമായിട്ട് സഖ്യത ഉണ്ടാക്കാനല്ല, അതിന്റെ മുമ്പിൽ പതറിപ്പോകാനല്ല, മറിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അതിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ദൈവ പദ്ധതി വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് മകൻ ചിലരോട്, ചില വിഷയത്തിന്റെ അകത്ത് ഭയപ്പെടുന്നവരോട് ദൈവാത്മാവ് ഇടപെടുന്നു. പ്രാർത്ഥിക്കട്ടെ. നിന്നെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നിന്റെ അടുത്തു വന്നു നിൽക്കുന്നു, നിന്റെ അരികെത്തി നിൽക്കുന്നു. പക്ഷെ ദൈവാത്മാവ് ഇടപെടുക അതുമായിട്ട് സഖ്യത ഉണ്ടാക്കാനല്ല, അതിന്റെ മുമ്പിൽ പതറിപ്പോകാനല്ല, മറിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ അതിന്റെ അകത്ത് ദൈവഹിതം തെളിഞ്ഞു വരും. ദൈവ പദ്ധതി തെളിഞ്ഞു വരും. പ്രാർത്ഥിച്ചു. സ്തോത്രം. ഭയപ്പെടുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഖ്യത കൂടരുത്. മറിച്ച് പദവി പോവുകയും ചെയ്യരുത്. അവരെന്താ ചെയ്തത്? ഉപവസിച്ച് പ്രാർത്ഥിച്ചു.
കൃപ കൃപ കൃപ. ഉപവസിച്ച് പ്രാർത്ഥിച്ചു. യഹോശാഫാത്തിന്റെ പ്രാർത്ഥന നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി. അത് 3 വിധത്തിൽ ആ മനുഷ്യൻ പ്രാർത്ഥിച്ച. ഒന്ന്, സ്വർഗസ്ഥനായ ദൈവമേ, നീ ജാതികളുടെയും സകല രാജ്യങ്ങളുടെയും ഭരണാധിപതിയാണ്. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിന്റെ പക്കലുണ്ട്. അതായിരുന്നു ഒന്നാമത്തെ പ്രാർത്ഥന. സ്തോത്രം. എന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ താൻ വെളിപ്പെടുത്തിയത് തന്റെ ദൈവത്തിന്റെ ശക്തിയാണ്. സ്തോത്രം. അല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ അങ്ങോട്ട് ഇരുന്നിട്ട് നമ്മുടെ പ്രാരാബ്ധമല്ല. നമ്മളാണ് എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇതിന്റെ ഇടയ്ക്ക് അതുകൂടെ പറയണം. നമ്മൾ മുട്ടയിലിരുന്ന നൈനാളി പറഞ്ഞ പോലെ 1 മണിക്കൂർ ഇരുന്ന 50 മിനിറ്റ് നമ്മുടെ പ്രാരാബ്ധമായിരിക്കും. 10 മിനിറ്റ് എനിക്ക് കർത്താവേ നിന്റെ വിധം പോലെ നടത്തും, നിന്റെ ഇഷ്ടം എന്നിൽ പൂർത്തിയാക്കണം. ഇത് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു, 50 മിനിറ്റത്തെ പ്രാർത്ഥന കേൾക്കത്തില്ല, 10 മിനിറ്റത്തെ പ്രാർത്ഥന എനിക്ക് ദൈവം. സ്തോത്രം. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആദ്യം ദൈവത്തിന് മഹത്വം കൊടുത്തേ തുടങ്ങാവൂ. ദൈവത്തിന് മഹത്വം കൊടുത്തേ പ്രാർത്ഥിച്ചു തുടങ്ങാവൂ. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. യഹോശാഫാത്ത് തന്നെയാണ് ആലയത്തിന്റെ പുതിയ പ്രാകാരത്തിൽ സഭാമധ്യം നിന്ന് ചെയ്തത്. അവൻ പറഞ്ഞു, സ്വർഗസ്ഥനായ ദൈവമേ. ആ വിളിയിൽ തന്നെ ദൈവം ചെവി തുറന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥനായ ദൈവമേ, ജാതികളെയും സകല രാജ്യങ്ങളുടെയും ഭരണാധിപതി അങ്ങാണ്. അങ്ങയുടെ ശക്തിയും അങ്ങയുടെ ഹല്ലേലൂയ പരാക്രമവും അതിനെ എതിർക്കാൻ ആർക്കും കഴിയുന്നതല്ല. രണ്ടാമത്തെ പ്രാർത്ഥന, ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ സ്തോത്രം നൽകി തന്ന അവകാശത്തെ ചൊല്ലി പ്രാർത്ഥിച്ച്, അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും നീ ശാശ്വതമായി കൊടുത്ത ദേശമല്ലോ ഇത്. അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും നീ ശാശ്വതമായി കൊടുത്ത വാഗ്ദത്ത ദേശമല്ലോ ഇത്. മൂന്നാമത്തെ പ്രാർത്ഥന വാഗ്ദത്ത പ്രാർത്ഥനയാ. ഹല്ലേലൂയ 6-ാം അധ്യായത്തിൽ അതുള്ളത്, വായിപ്പിക്കുന്നില്ല. വാഗ്ദത്ത പ്രാർത്ഥനയാ. ന്യായവിധിയുടെ വാൾ, മഹാക്ഷാമം, ഹല്ലേലൂയ മഹാമാരി എന്നിങ്ങനെയുള്ള അനർത്ഥം ഞങ്ങൾക്ക് വരുമ്പോൾ, ശ്രദ്ധിച്ചു കേട്ടെ, ന്യായവിധിയുടെ വാൾ, മഹാക്ഷാമം, മഹാമാരി എന്നിങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ അങ്ങൊരു വാഗ്ദത്തം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ മുമ്പിൽ നിന്റെ സന്നിധിയിൽ വന്നു നിന്ന് നിങ്ങൾ നിങ്ങളുടെ സങ്കട യാചനകളെ ബോധിപ്പിച്ച് കരയുമ്പോൾ അതിന്റെ അകത്തുനിന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കും. വാഗ്ദത്ത പ്രാർത്ഥനയാ, വാഗ്ദത്ത പ്രാർത്ഥനയാ. ഹല്ലേലൂയ. ഈ 3 പ്രാർത്ഥനയാണ് യഹോശാഫാത്ത് ചെയ്തത്. ഹല്ലേലൂയ. അതിൽ മൂന്നാമത്തെ പ്രാർത്ഥന ഹല്ലേലൂയ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. ന്യായവിധിയുടെ വാളും ക്ഷാമവും മഹാമാരിയും ഞങ്ങൾക്കെതിരെ എഴുന്നേറ്റു വരുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ സന്നിധിയിൽ വന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സങ്കട യാചന കേട്ടിട്ട് നീ ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള നിന്റെ വാഗ്ദത്തത്തെ വിശ്വസിച്ച് ഞങ്ങൾ ഇന്നു പകൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ എന്ത് സംഭവിച്ചു? ഹൃദയസ്പർശിയായ യഹോശാഫാത്തിന്റെ പ്രാർത്ഥനയിൽ എന്താ സംഭവിച്ചത്? എന്നെ ശ്രദ്ധിച്ചിരുന്നേ. നമ്മളെല്ലാം ഇരിക്കുന്നത് പോലെ എല്ലാരും കൂടെ സഭാമധ്യേ ഇരുന്ന് പ്രാർത്ഥിക്കുക. യഹോശാഫാത്ത് കണ്ണു നിറഞ്ഞ് ചങ്ക് തകർന്ന് ഹൃദയസ്പർശിയായ പ്രാർത്ഥന പുറപ്പെടുവിക്കുക. സ്തോത്രം, 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 സ്തോത്രം. അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സെഖരിയാവിന്റെ മകനാകുന്ന യഹസ്യേൽ അവിടെ ഉണ്ടായിരുന്നു. യഹസ്യേൽ, സെഖരിയാവിന്റെ മകൻ യഹസ്യേൽ. ശ്രദ്ധിച്ചു കേൾക്കണം.
ഹൃദയം തകർന്ന് കണ്ണു നിറഞ്ഞ് ഹൃദയസ്പർശിയായ പ്രാർത്ഥന നടത്തുമ്പോൾ അവിടെ സെക്കരിയാവിന്റെ മകനായ യഹസിയേൽ അവിടെ ഉണ്ടായിരുന്നു. യഹസിയേൽ ആസാഫിന്റെ പാരമ്പര്യത്തിലുള്ള ഒരു ഗായകനാണ്. എന്താ സംഭവിച്ചെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഹൃദയം തകർന്ന് ഹൃദയസ്പർശിയായ പ്രാർത്ഥന യഹോശാഫാത്ത് സഭാമധ്യേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് ഇവന്റെ മേൽ ഇറങ്ങി. ഓ, എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? യഹോവയുടെ ആത്മാവ് പാട്ടുപാടുന്ന ഗായകന്റെ മേൽ ഇറങ്ങി. സ്തോത്രം, സ്തോത്രം. ഇറങ്ങിയിട്ട് ഇതിന്റെ അകത്ത് ദൈവഹിതം വെളിപ്പെടുത്തി. അതാ നമ്മൾ വായിച്ച വാക്യം. പറഞ്ഞ മനസ്സിലായോ? അതാ നമ്മൾ വായിച്ച 15-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചു കേൾക്കണമേ. യഹോശാഫാത്ത് സഭാമധ്യേ ശക്തമായിട്ട് ഹൃദയസ്പർശിയായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ നടുവിൽ ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്ന ഒരു ദൂത് ഞാൻ പറയാം. പ്രാർത്ഥിക്കേണ്ടതുപോലെ ഇന്ന് മകൾ പ്രാർത്ഥിച്ചാൽ ചില വിഷയത്തിന്റെ അകത്ത് ആത്മാവ് ഇറങ്ങും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹൃദയസ്പർശിയായി ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങും. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു, വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു. ഇറങ്ങുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് സംസാരിക്കും. ആ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും, സംസാരിക്കും, സംസാരിക്കും. ഓ, കൃപ, കൃപ. ദൈവാത്മാവിന്റെ ഇടപെടുന്നു. നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് ഇറങ്ങുന്നു. ദൈവാത്മാവ് ഇറങ്ങുന്നു, ദൈവാത്മാവ് ഇറങ്ങുന്നു. ഇറങ്ങുക മാത്രമല്ല, അത് സംസാരിക്കും, അത് സംസാരിക്കും, അത് സംസാരിക്കും. ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു. നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് പരിശുദ്ധ ഇറങ്ങുന്നു. ഇറങ്ങുന്ന മാത്രമല്ല, സംസാരിക്കാൻ പോകുന്നു, സംസാരിക്കാൻ പോകുന്നു, സംസാരിക്കാൻ പോകുന്നു. നീ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന, നീ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവാത്മാവ് ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ കൃപ, ഞാൻ വേഗത്തിൽ വരിക. നമുക്ക് ഒരുമിച്ച് അവസാനം പ്രാർത്ഥിക്കാം. ദൈവാത്മാവിന്റെ മറുപടി. യഹോശാഫാത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ സഭാമധ്യേ സെക്കരിയാവിന്റെ മകനായിരിക്കുന്ന യഹസിയേലിന്റെ മേൽ ആത്മാവ് ഇറങ്ങിയിട്ട് ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുന്നത് ഇങ്ങനെ: ഈ വലിയ സമൂഹം നിമിത്തം നീ ഭയപ്പെടരുത്. നിനക്കെതിരെ എഴുന്നേറ്റു വരുന്ന ഈ സമൂഹങ്ങൾ നിമിത്തം നീ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിന്റേതല്ല, യുദ്ധം യഹോവയുടേത്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിനക്കെതിരെ പൊങ്ങി വരുന്ന വിഷയത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ദൂത് ചെവി തുറന്ന് കേട്ട് യുദ്ധം നിന്റേതല്ല, യഹോവയുടേത്.
വചനം ഏറ്റെടുക്കുന്ന, ഭൂമിയെ സ്വീകരിക്കുന്ന നിന്റെ വിഷയത്തിനകത്ത്, നിനക്കെതിരെ എഴുന്നേറ്റ് വരുന്ന വിഷയത്തിനകത്ത് ദൈവാത്മാവ് ഇടപെടുന്നു. ഈ യുദ്ധം നിന്റേതല്ല, നിനക്കിതിന്റെ അകത്ത് റോളില്ല. ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ ആത്മാവിൽ നിന്ന് ഏറ്റെടുത്ത് പ്രാപിക്കുമ്പോ തന്റെ വിടുതൽ നടക്കും. സ്തോത്രം, സ്തോത്രം. കാഴ്ചക്കാരായിട്ടിരിക്കുന്നത് ഹല്ലേലൂയ. പ്രാപിക്കേണ്ടവരെല്ലാരും പ്രാപിച്ചോണം. സ്തോത്രം ചെയ്യുക. ഈ വലിയ സമൂഹം നിമിത്തം നീ ഭയപ്പെടരുത്, ഭ്രമിക്കേമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം യഹോവയുടെ. കൃപ 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 കൃപ. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? ശമൂവേലിന്റെ പുസ്തകം പഠിക്കുമ്പോഴും ദാവീദ് അവിടെ പറയുന്നുണ്ട്, ഏലാ താഴ്വരയിൽ ദാവീദ് പറയുന്നുണ്ട്, യുദ്ധം നമ്മുടേതല്ല, യുദ്ധം നമ്മുടേതല്ല. യഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. യഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇത് ചിലരോടുള്ള ദൈവശബ്ദമാണ്. ഇത് ചിലരോടുള്ള ദൈവശബ്ദമാണ്. യുദ്ധം നിന്റേതല്ല, പക്ഷേ ചിലതിനെ നിന്റെ കരത്തിൽ ദൈവം ഏൽപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സ്വന്തം സമയം പോയി. ദൈവം ഇടപെട്ടു, ദൈവം ഇടപെട്ടു. യെഹൂദയിൽ പറയുക, നിങ്ങൾ യെരൂവേൽ മരുഭൂമി ചെല്ലണം. ഒന്നും ഞാൻ വായിപ്പിക്കുന്നില്ല, ഞാൻ തന്നെ പറഞ്ഞു വിടുക. യെരൂവേൽ, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു ചിത്രം പോലെ കണ്ടോണം. നിങ്ങൾ യെരൂവേൽ മരുഭൂമിയിൽ ചെല്ലുക. സ്തോത്രം. എന്നോട് കർത്താവ് പറയുന്നത് ഗൗരവമായിട്ട് ശുശ്രൂഷിക്കാൻ, വളരെ ഗൗരവമായിട്ട് ഈ ദൂത് പറയുന്ന ദൈവാത്മാവിനോട് ഇടപെടുക. നിങ്ങൾ അതേ ഗൗരവത്തിൽ എടുക്കണം. യെരൂവേൽ മരുഭൂമിയിൽ ചെല്ലണം. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും. ശ്രദ്ധിക്കണേ, ഈ ദൈവശബ്ദം കേട്ടപ്പോൾ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് യഹോശഫാത്ത് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ നിങ്ങൾ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ ദൈവമായ യഹോവയിൽ നീ വിശ്വസിച്ചോ, എന്നാൽ നീ ഉറച്ചു നിൽക്കും. നിന്റെ കാലടി ഇളകത്തില്ല, നിന്റെ അടിസ്ഥാനം പറഞ്ഞു പോകത്തില്ല. നീ യഹോവയിൽ വിശ്വസിക്കുക, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പിക്കും, എന്നാൽ നിങ്ങൾ കൃതാർത്ഥന്മാരാകും. ഇറങ്ങുന്നത് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, യുദ്ധത്തിലേക്ക് ഇറങ്ങിയപ്പോ
സാധാരണ യുദ്ധത്തിന് പോകുമ്പോൾ വില്ലാളി വീരന്മാരെയും ആയുധധാരികളെയും കുതിരപ്പടകളെയുമാണ് യുദ്ധത്തിന്റെ മുമ്പിൽ നിർത്തുന്നത്. സ്വത്രം. പക്ഷേ ഇവിടെ നേരെ തിരിച്ച, യുദ്ധത്തിന് പുറപ്പെടുമ്പോ വിശുദ്ധലങ്കാരം ധരിച്ച ഗായക സംഘത്തെയാണ് യുദ്ധത്തിന്റെ മുമ്പിൽ നിർത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ചേ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം. ഇന്ത്യൻ ആർമി ഒരു യുദ്ധത്തിന് പോകുന്നു. യുദ്ധത്തിന് പോകുന്ന ഇന്ത്യൻ ആർമിയുടെ മുമ്പിൽ ഇന്ത്യയിലുള്ള പാട്ടുകാർ നിന്ന് എങ്ങനെ ഇരിക്കും? ഇന്ത്യയിലുള്ള യുദ്ധത്തിന് പോവുക യേശുദാസും എം.ജി. ശ്രീകുമാറും ഒക്കെയാ, എ.ആർ. റഹ്മാനൊക്കെ മുമ്പിൽ നിൽക്കുന്ന എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച്. എന്ന് പറഞ്ഞ പോലെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കുതിരപ്പടകളൊന്നുമില്ല, ആയുധധാരികളൊന്നുമില്ല. കാരണം അവരോട് പറഞ്ഞൊരു ദൂതുണ്ട്, യുദ്ധം നിങ്ങളുടേതല്ല. യഹോശഫാത്ത് എന്ത് ചെയ്തു? വിശുദ്ധലങ്കാരം ധരിച്ച ഗായക സംഘത്തെ മുമ്പിൽ നിർത്തി. അതിൽ ഒരുവന്റെ മേലെ ആത്മാവ് ഇറങ്ങി. കേൾക്കുന്നുണ്ടോ നിങ്ങള്? കേൾക്കുന്നുണ്ടോ നിങ്ങള്? അവരാ പാടിയെ, യഹോവയെ സ്തുതിപ്പി, അവന്റെ ദയ എന്നേക്കുമുള്ളത്. 136 സങ്കീർത്തനത്തിൽ വെറുതെ എഴുതി വെച്ചതല്ലത്, പുറകിൽ ചരിത്രം കിടപ്പുണ്ട്. അവരാ പാടിയത്. സ്തോത്രം ചെയ്യുന്നു. യഹോവയെ സ്തുതിപ്പി, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അവരിങ്ങനെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ വ്യത്യസ്തമാകുന്ന 3 വിഭാഗത്തിൽ നിന്ന് കയറി വരുന്ന ശത്രുക്കൾക്ക് നേരെ ദൈവം പതിയിരിപ്പിനെ അയച്ചു. ചരിത്രകാരന്മാരെല്ലാം കൂടുതൽ ആൾക്കാരും പറയുന്നത് അത് ദൈവത്തിന്റെ ദൂത സൈന്യമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവര് പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം പതിയിരിപ്പുകാരെ അയച്ചു. അത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പതിയിരിപ്പുകാരെ അയച്ചപ്പോൾ 3 വ്യത്യസ്ത വിഭാഗത്തിൽ നിന്ന് വന്ന ഇവർക്ക് തമ്മിൽ ആശയക്കുഴപ്പമുണ്ടായി. എന്തുണ്ടായി? ആശയരാണെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ വയ്യാതെ. ആരാണ് ശത്രു, ആരാണ് മിത്രം തിരിച്ചറിയാൻ വയ്യാതായി. 2 ഘട്ടമായിട്ടാണ് ദൈവം പ്രവൃത്തി ചെയ്തത്. ഒന്നാമത്തെ ഘട്ടം, മോവാബ്യരും അമോന്യരും കൂടെ ചേർന്ന് നമ്മളെ ചതിക്കാൻ വന്നവരാണ് ഏദോമ്യരെന്ന് വിചാരിച്ച് അവരെ മുഴുവനും കൊന്നുകളഞ്ഞു. അവരെ കൊന്നു കളഞ്ഞതിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം, 2ാം ഘട്ടം മോവാബ്യരും അമോന്യരും തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് ഇവര് തമ്മിൽ വെട്ടി മരിക്കാനിടയായി. ദൂരെന്തുവായിരുന്നു? യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം യഹോവയുടേത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, 3 കൂട്ടരും വന്നത് ഒറ്റ ലക്ഷ്യത്തിലാണ്. യഹൂദയെ നശിപ്പിക്കണം, യഹൂദ രാജ്യത്തെ പിടിച്ചടക്കണം. പക്ഷെ ദൈവം അവരുടെ ബുദ്ധിയെ മരവിപ്പിച്ച് അവരുടെ ഇടയിൽ സംശയത്തിന്റെ വിത്ത് വിതച്ച് ദൈവത്തിന്റെ പടയെ അയച്ച് ഹല്ലേലൂയ അവരുടെ ഇടയിൽ സംശയം വിതച്ച് അവർ തമ്മിൽ വെട്ടി മരിക്കുവാനിടയായി തീർന്നു. ദൂതെന്തുവാ? നിങ്ങളുടേതല്ല യുദ്ധം, യുദ്ധം യഹോവയുടേതാ. ഇന്ന് പകലൊരു ദൂതുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രാർത്ഥന പറയുന്നൊരു ദൂതുണ്ട്. ഇന്ന് യുദ്ധം ചെയ്യാതെ സ്തുതികളാൽ ചിലതിനെ ജയിക്കുന്ന പകലാണ്. സ്തുതിക്കാൻ നിന്റെ വാ തുറന്ന്
വരുന്ന ചെലവ് ദൈവത്തോട് പറയുന്നു, സ്തുതിക്കുന്ന ചിലർക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യാൻ പോവാ, അവൻ യുദ്ധം ചെയ്യാൻ പോവാ, അവൻ നീ ആയുധം എടുക്കണ്ട, നീ ആയുധം എടുക്കണ്ട, നീ വാ തുറന്ന് സ്തുതിക്ക. ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ചില മേഖലകളിൽ ദൈവം തന്റെ പതിയിരിപ്പിനെ അയക്കുന്നു എന്ന് ദൈവാത്മാവ് വിളമ്പുന്നു. സഹോദരികളെ, 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 ഞാൻ നിങ്ങളുടെ തലയിൽ ഇപ്പൊ കൈവശമില്ല. ഏറ്റെടുത്ത് ആരാധിച്ചോ, വിടുതല, വിടുതല. ഇവിടെ ഇരുന്ന് സ്തുതിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ ചില ഇടങ്ങളിൽ ഇറങ്ങി കഴിയും. എന്റെ ദൈവം നിനക്ക് വേണ്ടി സ്തുതിക്കുന്ന നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവശക്തി, 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 ദൈവശക്തി. എന്നോട് ദൈവം ഇടപെടുക. സ്തുതിയാൽ, സ്തുതിയാൽ ചിലതിനെ ജയിക്കുന്ന ഫലം, സ്തുതിയാൽ ആരാധനയാൽ ചിലതിനെ ജയിക്കുന്ന ഫലം. സഹോദരികളെ, 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 നാവിന്റെ കഴിയുന്നു, നാവിന്റെ യേശുവിന്റെ നാമത്തിൽ അഴിയുമോ? ദൈവത്തെ കാണിക്കുക, ദൈവത്തെ കാണിക്കുക. നീ ഇവിടെ ആരാധിക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ ദൈവം ജനങ്ങൾ ഇറങ്ങി, 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 നിയോഗമുള്ളവരെല്ലാം ഏറ്റെടുത്തോ. ദൈവം ചെയ്യുന്നു, ദൈവം ചെയ്യുന്നു, ദൈവം ചെയ്യുന്നു. സ്തുതി ഉയരട്ടെ, ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ. ശത്രുവിന്റെ ഇരിപ്പിടത്തേക്ക് അവർക്ക് മാത്രം കാണപ്പെട്ട ഒരു പതിയിരിപ്പിനെ ദൈവം സ്തുതിക്കുന്ന ചിലർക്ക് വേണ്ടി അയക്കുന്നു, 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 അയക്കുന്നു. വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ. വചനത്തിന്റെ വിടുതൽ, ദൈവശക്തിയുടെ വിടുതൽ, ദൈവ മഹത്വം ഇറങ്ങി വരവ്. വാ തുറന്ന്, വാ തുറന്ന്, വാ തുറന്ന്. ദൈവത്തെ സ്തുതിക്ക്, സ്തുതിക്ക്. നിനക്ക് ഈ വിടുതൽ വേണമെങ്കിൽ വാ തുറന്ന് സ്തുതിക്ക്. ദൈവം ചെയ്യുന്നു, ദൈവം ചെയ്യുന്നു, ദൈവം ചെയ്യുന്നു, ദൈവം ചെയ്യുന്നു, ദൈവം ചെയ്യുന്നു. ഭൂതാരാബാധ
സമയം പോകുന്നല്ലോ, സമയം പോകുന്നോണ്ട് ഞാൻ വേഗത്തിൽ വരിക. യഹൂദ്യർ മരുഭൂമി വഴി കാവൽ ഗോപുരത്തിന്റെ അരികിലെത്തിയപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവര് ദൈവത്തെ സ്തുതിച്ച് പാടി ശത്രുവിന് നേരെ വരിക. പക്ഷെ ഇവര് സ്തുതിച്ച് പാടി തുടങ്ങി യാത്ര പുറപ്പെട്ടപ്പോ തന്നെ ദൈവം പതിയിരിപ്പിനെ അയച്ചു ദൈവം. ഇവര് മരുഭൂമിയിലെത്തിയപ്പോ ഇവര് കാണുന്ന കാഴ്ച കാവൽ ഗോപുരം ശവപ്പറമ്പായി കിടക്കുന്നു. കാവൽ ഗോപുരം ശവപ്പറമ്പായി കിടക്കുന്നു. സ്വോത്രം സ്വോത്രം സ്വോത്രം. യുദ്ധം ചെയ്യാൻ വന്ന ഒറ്റയൊരെണ്ണം രക്ഷപ്പെട്ടില്ല. ഒറ്റയൊരെണ്ണം രക്ഷപ്പെട്ടില്ല. കാവൽ ഗോപുരത്തിന്റെ മുന്നിൽ കാണുന്ന കാഴ്ച ഒരു സെമിത്തേരി. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. നിന്റെ പ്രാണനെ തകർക്കണം എന്ന് പറഞ്ഞ് കയറി വരുന്നു. ജനത്തിനോടുള്ള മറുപടി ചില ശവപ്പറമ്പാണ്. അഴിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഉയർന്നു പോ. സഹോദരങ്ങളെ, 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 ഇവര് വന്നപ്പോ യുദ്ധം ചെയ്യാൻ ഒരു ശത്രു പോലും ഇല്ല. ശത്രുക്കളെല്ലാം ശവങ്ങളായി കിടക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? അടുത്ത സ്റ്റെപ്പ് എന്താ നിങ്ങൾക്കറിയാമോ? യഹോശഫാത്തും പടയാളികളും ചേർന്ന് അവരെ കൊള്ളയിട്ടു. അവരെ കൊള്ളയിട്ടു. സമ്പത്തും വസ്ത്രവും ഹല്ലേലൂയ വിശേഷ വസ്തുക്കളും അവര് കൊള്ളയിട്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, കൊള്ളയുടെ ആധിക്യം കൊണ്ട് 3 ദിവസം കൊള്ളയിട്ടിട്ടാണ് അവരത് മൊത്തവും എടുത്തത്. 3 ദിവസം കൊള്ളയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, യുദ്ധം ദൈവം ചെയ്തത് നിമിഷങ്ങൾ കൊണ്ട്. നിമിഷങ്ങൾ കൊണ്ട് ദൈവം യുദ്ധം ചെയ്തത്. പക്ഷെ അതിന്റെ നന്മ 3 ദിവസം വേണ്ടി വന്നു. അതിന്റെ നന്മ മുഴുവൻ അവർക്ക് വാരിയെടുക്കാൻ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? പേരാക്ക താഴ്വരയിൽ, പേരാക്ക എന്ന വാക്കിന്റെ അടുത്ത് അനുഗ്രഹം. നിങ്ങൾക്കറിയാമോ, ഭയത്തോടെയും കണ്ണുനീരോടെയും വന്ന ദൈവത്തിന്റെ ജനം അനുഗ്രഹത്തോടെയാണ് മടങ്ങിയത്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഭയത്തോടെയും കണ്ണുനീരോടെയും എത്തിയ പേരാക്ക താഴ്വര അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. ശത്രു തകർക്കാൻ വന്നത് ദൈവം വലിയൊരു നേട്ടമാക്കി കൊടുത്തു. ഇത് പറയുമ്പോൾ ഞാൻ ദൈവ നിയോഗത്തോടെ ആർജവത്തോടാണ് പറയുന്നത്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഇവരെ തകർക്കാനാണ് വന്നത്. ഇവരെ തകർത്തിട്ട് ഈ സ്വത്ത് സമ്പാദ്യങ്ങൾ അവിടെ സ്ഥാപിച്ച് അവർക്ക് അവിടെ അല്ലെങ്കിൽ നിലനിന്നു പോകാൻ അവര് വസ്തുക്കളും സമ്പത്തും അല്ലെങ്കിൽ വസ്ത്രങ്ങളും എല്ലാം കൊണ്ട് അവർ വന്നത്. പക്ഷെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ
അവര് കൊണ്ടുവന്ന വസ്തുക്കൾ, സമ്പത്തുകൾ, വിശേഷമേറിയതെല്ലാം ദൈവത്തിന്റെ ജനം കൊള്ളയിട്ടു. ഇന്ന് പലരിൽ ദൂത് പറയാം, പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചോളാം. നിന്നെ തകർക്കാൻ വരുന്നതിനെ നീ കൊള്ളയിടുന്ന ദിവസങ്ങൾ, നീ കൊള്ളയിടുന്ന സമയങ്ങൾ വരുന്നു എന്ന് എന്റെ പ്രാർത്ഥന മുറി ദൈവം പറഞ്ഞു. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കാൻ. അതിനോട് ചേർത്തൊരു ദൂതൂടെ, നിന്റെ നന്മകളെ കൊള്ളയിടുന്ന, നിന്റെ നന്മകളെ കൊള്ളയിടുന്നതിനെ നീ തിരിച്ചു പിടിക്കുന്ന, നീ തിരിച്ചു പിടിക്കുന്ന, നീ തിരിച്ചു പിടിക്കുന്ന. സമ്മതിക്കട്ടെ, സമ്മതിക്കട്ടെ. നിന്നെ തകർക്കാൻ വരുന്നതിനെ നീ കൊള്ളയിടുന്ന ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇതൊരു ദൈവ ശബ്ദമാണ്, ഇതൊരു ദൈവ ശബ്ദമാണ്, ഇതൊരു ദൈവ ശബ്ദമാണ്. ഇത് നിങ്ങളെ ഇളക്കാനുള്ള വാക്കല്ല, ഇത് ദൈവം ചെയ്യാൻ പോകുന്ന അവന്റെ പ്രവൃത്തിയാണ്. നിന്നെ കൊള്ളയടിക്കാൻ വരുന്ന ചിലതിനെ നീ കൊള്ളയടിക്കാൻ പോകുന്നു. അതിനെ എന്നോട് ദൈവം പ്രവചനാത്മാവിൽ എന്ന് പറയുന്നു. ചിലരുടെ ജീവിതത്തിൽ ബരാക്ക താഴ്വര വെളിപ്പെടാൻ പോവുക. ചിലരുടെ ജീവിതത്തിൽ ബരാക്ക താഴ്വര വെളിപ്പെടാൻ പോവുക. ചിലരുടെ ജീവിതത്തിൽ ബരാക്ക താഴ്വര വെളിപ്പെടാൻ പോകുന്നത് പ്രവചനാത്മാവിൽ. ഭയത്തോടെയും കണ്ണുനീരോടെയും വന്ന താഴ്വര അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കി മാറ്റിയ ദൈവപ്രവൃത്തി. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് പകൽ ദൈവം ഇടപെടുന്നു. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ വരുന്നതിനെ നീ കൊള്ളയിടുന്ന ദൈവപ്രവൃത്തി നിന്റെ ലൈഫിൽ ദൈവം ചെയ്യും. ഇത് ഞാൻ പ്രവചനാത്മാവിൽ നിന്നാ പറയുന്നത്. ചിലരുടെ ജീവിതത്തിൽ താഴ്വര എന്റെ ദൈവം ഒരുക്കാൻ പോവാ. പ്രാർത്ഥിച്ചോണം, പ്രാർത്ഥിച്ചോണം, പ്രാർത്ഥിച്ചോണം. താഴ്വര ഭയത്തിന്റെയും കണ്ണുനീരിനെയും തുടച്ചിട്ട് 3 ദിവസം കൊള്ളയിട്ട് എടുക്കത്തക്ക നിലയിൽ അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കി മാറ്റിയ ഒരു പ്രവചന ശബ്ദം നിന്റെ മേൽ വീഴുന്നു, നിന്റെ മേൽ വീഴുന്നു, നിന്റെ മേൽ വീഴുന്നു. യുദ്ധാനന്തരം, വിജയാനന്തരം, അനുഗ്രഹം പ്രാപിച്ചാനന്തരം 2 കാര്യം നടന്നു. ഒന്ന്, യെരുശലേമിലേക്ക് മടങ്ങി വന്നിട്ട്, പ്രിയപ്പെട്ടവരെ, അവരാദ്യം പോയത് കൊള്ള പങ്കിട്ടെടുത്തത് സുരക്ഷിതമായിട്ട് വെക്കാനല്ല. ശ്രദ്ധിച്ചു കേട്ടോണം. അല്ലെങ്കിൽ ഇവിടെയാണ് ദൈവമക്കൾ ദൈവത്തോട് നന്ദിയുള്ളവരാകണം. യഹോശഫാത്ത്, നിങ്ങൾ കൊള്ള പങ്കിട്ടത് സുരക്ഷിതമായി കൊണ്ടുവെക്കെന്നല്ല പറഞ്ഞു. എന്ത് ചെയ്യുന്നറിയാമോ? അവര് നേരെ ബരാക്ക താഴ്വരയിൽ നിന്ന് യെരുശലേമിലെത്തി, യഹൂദയിലെത്തിയിട്ട് എവിടാണോ പ്രാർത്ഥിച്ചു തുടങ്ങിയ ആ ആലയത്തിന്റെ അകത്ത് ചെന്നിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇതാ നിനക്കില്ലാത്ത ഇതാ. ഇത്രയും ദൈവം നിന്നെ വിടുവിച്ചിട്ടും, ഇത്രയും ദൈവം നിന്നെ ഉയർത്തിയിട്ടും
പലപ്പോഴും എനിക്കും നിനക്കും ഇല്ലാതെ പോകുന്നത് ഇതാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് നന്ദി വേണ്ട, ദൈവത്തോട് വേണം. പ്രാർത്ഥിച്ചവരെ മറക്കരുത്. സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക. ദൈവം ചില വിടുതൽ ചെയ്യും, ചില ദൈവപ്രവൃത്തി കാണും. ആത്മാവിടപെടുന്ന ചില പ്രാർത്ഥനയ്ക്കും കൂടി ഉത്തരം വരാൻ പോവാ, ചില പ്രാർത്ഥനകൾ കൂടി ഉത്തരം വരാൻ പോവാ. പക്ഷെങ്കിൽ യഹോശാഫാത്തും തന്റെ ജനവും ചെയ്ത മറക്കരുത്, അവർക്ക് കിട്ടിയ കൊള്ള സുരക്ഷിതമായി വെക്കാനല്ല അവര് ധൃതി കാണിച്ചത്. അവര് പ്രാർത്ഥിച്ചു തുടങ്ങി ആലയത്തിൽ വന്നു നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങളെ വിടിവിച്ച് ഞങ്ങൾക്ക് കൊള്ള പങ്കിട്ടുന്നത് ദൈവത്തിന് അവര് നന്ദി പറഞ്ഞു. ഇന്നലെ പ്രിയപ്പെട്ടവര് വാഹനം എടുത്തു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പലരെടുത്താൽ നമ്മൾ അറിയത്തു പോലും ഇല്ല. പത്രം ചെയ്യും, ആര് വാഹനം എടുത്തു? പൊൻകുന്നത്തുനിന്ന് അടുത്തല്ലേ? സഹോദരം, എനിക്ക് നാളെ മീറ്റിംഗ് ഉണ്ട്. പൊൻകുന്നത്ത് സഹോദരം, പൊൻകുന്നത്തുനിന്ന് അവരെടുത്ത വാഹനം. പൊൻകുന്നത്തുനിന്ന് നേരെ തടിയൂര് വന്നു. അവരുടെ അപ്പനോ അമ്മയോ ആര് പറഞ്ഞില്ല. അവര് പൊൻകുന്നത്തുനിന്ന് വീട്ടിൽ വന്നു. അവര് വാഹനം എടുത്തിട്ട് നേരെ വീട്ടിൽ വന്ന് എന്റെ അടുത്ത് വന്നിട്ട് ആ താക്കോൽ എന്റെ കയ്യിൽ തന്നു. സ്തോത്രം ചെയ്യുക. അവര് വന്ന് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം ആണ് അവരുടെ വീട്ടുകാർ പോലും അറിഞ്ഞു. എന്താ കാര്യം? ദൈവത്തോടും പ്രാർത്ഥിച്ചവരോടുമുള്ള നന്ദിയാണ്. ദൈവത്തോടും പ്രാർത്ഥിച്ചവരോടുമുള്ള നന്ദിയാണ്. സ്തോത്രം ചെയ്യുന്നു. എന്നോട് കർത്താവ് ഇടപെടുന്നു. ചില മറുപടി നടക്കാൻ പോവാ, ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ഒന്നാമത്തെ കാര്യം മറക്കരുത്, എന്ത് വിടുതൽ കിട്ടിയാലും ദൈവത്തോട് അപ്പ തന്നെ മുട്ടയിലിരുന്ന് നന്ദി പറഞ്ഞു. കാരണം നിനക്കൊറ്റ ഉത്തരവാദിത്തം ഉള്ളായിരുന്നു, സ്തുതിക്കുക. ബാക്കി എല്ലാം ചെയ്ത ദൈവമാണ്. ഹല്ലേലൂയ. 2, ആ യുദ്ധം കേവലം ഒരു വിജയം മാത്രമായിരുന്നില്ല, മറിച്ച് യഹൂദ ജനത്തിന്, യെരുശലേമിന് അതൊരു സംരക്ഷ കവചമായിരുന്നു. എന്താണെന്നറിയാമോ? യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ അയൽ രാജ്യങ്ങൾ ഇതറിഞ്ഞു. എന്താണെന്നറിഞ്ഞു? അവരറിയാം, കണ്ട് യഹോശഫാത്തും കൂട്ടരും യുദ്ധം ചെയ്യാതെ അവർക്കെതിരെ പുറപ്പെട്ടു പോയ 3 വിഭാഗം തമ്മിൽ വെട്ടി മരിച്ചു. ഇതവർക്ക് വേണ്ടി ചെയ്തത് ദൈവമാണ്. എനിക്കിതൊക്കെ പറയാൻ വെച്ചിട്ട് ആവേശം കൂടും. ദൈവമാണ്. ഈ ഭീതി അവരുടെ മേൽ വീണു. അവര് സ്വയം പറയാൻ തുടങ്ങി, യഹൂദക്കെതിരെ നമ്മൾ യുദ്ധം തീരുമാനിച്ചാൽ, യഹൂദക്കെതിരെ നമ്മൾ യുദ്ധം തീരുമാനിച്ചാൽ, സ്തുതിക്കുന്നവർക്കെതിരെ നമ്മൾ യുദ്ധം തീരുമാനിച്ചാൽ, ആരാധിക്കുന്നവർക്കെതിരെ നമ്മൾ യയുദ്ധം തീരുമാനിച്ചാൽ, അവര് പറയാ, യഹൂദക്കെതിരെ യുദ്ധം തീരുമാനിച്ചാൽ, യെരുശലേമിനെതിരെ യുദ്ധം തീരുമാനിച്ചാൽ, അത് യഹോവയ്ക്കെതിരെ തിരിയുന്നതിന് തുല്യം. എത്ര പേർക്ക് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി? നമ്മൾ യഹോവയ്ക്കെതിരെ തിരിഞ്ഞാൽ
അവർക്കെതിരെയല്ല, യഹോവയ്ക്കെതിരെയാണ്. ഈ ഭീതി രാജ്യങ്ങൾ വീണു. പരിണിത ഫലം ദീർഘകാലം യെരൂശലേമിൽ സമാധാനം ഉണ്ടായി. ഇന്ന് പകൽ ദൈവം എന്നോട് ഇടപെടുക. ദൈവം നിനക്ക് ജയം ഇന്ന് നൽകി തരുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞൊരു ദൂത, ചില വിഷയത്തിന്റെ അകത്ത് ഒരു ദീർഘകാല സമാധാനം ചില വിഷയത്തിന്റെ അകത്ത് ദൈവം ചെയ്യാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. ചില വിഷയത്തിന്റെ അകത്ത് നിനക്ക് സമാധാനമില്ല, ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നു. ഒരു ദീർഘകാല സമാധാനം യഹൂദയുടെ മേൽ വീണതാണ്. ഒരു ദൈവിക സുരക്ഷിതത്വത്തിന്റെ കാലം സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. യഹൂദയുടെ മേൽ ഒരു ദീർഘകാല സമാധാനം കാണുന്നതുപോലെ, ഒരു ദീർഘകാല സമാധാനം വീണതുപോലെ, സമാധാനം നഷ്ടപ്പെടുന്ന ചില വിഷയത്തിന്റെ അടുത്ത് ദൈവത്തിന്റെ സുരക്ഷിത കവചം, ദൈവത്തിന്റെ ഭീതി, ദൈവത്തിന്റെ ഭയം ചിലതിന്റെ മേൽ വീഴാൻ പോകുന്നു. എല്ലാവരും ഒരു നിമിഷം എഴുന്നേക്കാം. എല്ലാവരും ഒരു നിമിഷം എഴുന്നേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് റെക്കോർഡ് ഓഫ് ചെയ്ത്, യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ച് ഈ ചെയറെല്ലാം അങ്ങോട്ടൊന്ന് മാറ്റിക്കും. ചെയറെല്ലാം പുറകോട്ട് മാറ്റി അത് മുമ്പോട്ട് കയറി. ജഗൽഖമന ബൈബിളെല്ലാം ഒരു വശത്തോട്ട് മാറ്റി